ഹരി ഓം. ദശകം 49, ശ്ലോകം 4. അനോ മനോജ്ഞധ്വനിധേനുപാളീ ഖുരപ്രണാദാന്തരദോ വധൂഭിഃ ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയനാജ്ഞായത മാർഗദൈർഘ്യം. പദച്ഛേദം. അനഹ അനോ അനഹ മനോജ്ഞ ധ്വനി ധേനു പാളി അനോമനോജ്ഞധ്വനിധേനുപാളി അനോമനോജ്ഞധ്വനിധേനുപാളി ഖുര പ്രണാദ അന്തരതഃ ഖുരപ്രണാദാന്തരതോ ഖുരപ്രണാദ അന്തരതഃ ഖുരപ്രണാദാന്തരതോ വധൂഭിഃ ഭവദ് വിനോദ ആലപിത അക്ഷരാണി ഭവദ് വിനോദ ആലപിത അക്ഷരാണി ഭവദ്വിനോദാലപിതാക്ഷരാണി 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 പ്രപീയ ന അജ്ഞായത നാജ്ഞായത മാർഗദൈർഘ്യം പ്രപീയ നാജ്ഞായത മാർഗദൈർഘ്യം. അനോ മനോജ്ഞധ്വനിധേനുപാളീ ഖുരപ്രണാദാന്തരദോ വധൂഭിഃ ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയനാജ്ഞായത മാർഗദൈർഘ്യം. ശ്ലോകം 4 അന്വയവും അർത്ഥവും. അനോമനോജ്ഞധ്വനിധേനുപാളീ ഖുരപ്രണാദാന്തരതഃ ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയ വധൂഭിഃ മാർഗദൈർഘ്യം ന അജ്ഞായത. അനോമനോജ്ഞധ്വനിധേനുപാളീ ഖുരപ്രണാദാന്തരതഃ എന്നുവെച്ചാൽ ആ രസകരമായ ആ വണ്ടിയുടെ ഉരുളിച്ച, അവരെല്ലാം കാളവണ്ടിയാണല്ലോ പണ്ടുള്ളത്. ആ കാളവണ്ടിയിൽ പോകുന്ന സമയത്ത് ആ വണ്ടിക്കൊരു ശബ്ദം ഉണ്ടല്ലോ, അതിൻ്റെ ഈ ചാട് ഉരുളുന്ന സമയത്ത് കടാ 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 എന്നൊരു ശബ്ദമുണ്ട്. അപ്പോൾ ഒരു വണ്ടിയുടെ പുറകിന് വേറൊരു വണ്ടികൾ, അങ്ങനെയാണല്ലോ അവരെല്ലാവരും കൂടെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒന്നിനു പുറകെ ഒന്നായിട്ട് പോകുന്ന ആ വണ്ടികളുടെ ആ ഉരുളുന്ന ആ ഒരു ഒച്ചയും, പിന്നെ ആ മാട്ടിൻകൂട്ടത്തിൻ്റെ പശുക്കൂട്ടങ്ങളുടെ ആ കുളമ്പടിയുടെ ഒച്ചയും, അതിൻ്റെ ഇടയിലൂടെ, അതാണ് അനോമനോജ്ഞധ്വനിധേനുപാളീ ഖുരപ്രണതാന്തരതഃ, അതിനിടയിലൂടെ ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രപീയ, അങ്ങയുടെ ആ നേരം പോക്കായിട്ടുള്ള കൊഞ്ചലുകളുടെ അക്ഷരം ഓരോന്നും നന്നായിട്ട് ആ പാനം ചെയ്ത, എന്നുവെച്ചാൽ ശ്രദ്ധിച്ച് കേട്ട് രസിച്ച്. അപ്പോൾ ഉണ്ണിക്കണ്ണനും ബലരാമേട്ടനുണ്ട്, അത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിക്കണ്ണനും ബലരാമേട്ടനും, ബലരാമേട്ടൻ്റെ അമ്മയും ഉണ്ണിക്കണ്ണൻ്റെ അമ്മയും അവരെല്ലാവരും കൂടെ ഒരു വണ്ടിയിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വണ്ടിയിലിരിക്കുമ്പോൾ ഇവരുടെ ആ സംസാരം, കൊച്ചു കുട്ടികൾ കൊഞ്ചി പറയുന്ന ആ വർത്തമാനം കേൾക്കുമ്പോൾ ഇവർക്കെല്ലാം അതെല്ലാം അവർ ഓരോ അക്ഷരം പ്രതി അവരിങ്ങനെ ആസ്വദിക്കുകയാണ്. ആ ഗോപികമാർ എല്ലാവരും ആസ്വദിച്ച് കേട്ട് രസിച്ച്, ശ്രദ്ധിച്ച് കേട്ട് രസിച്ച്, അതാണ് അങ്ങയുടെ നേരം പോക്കായിട്ടുള്ള ആ കൊഞ്ചലുകളുടെ അക്ഷരം ഓരോന്നും നന്നായി പാനം ചെയ്ത് ശ്രദ്ധിച്ച് കേട്ട് രസിച്ച് വധൂഭിഃ മാർഗദൈർഘ്യം ന അജ്ഞായത. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ആ ഗോപസ്ത്രീകൾ ആ നീണ്ട വഴി കടന്നു പോകുന്നത് അറിഞ്ഞതേയില്ല. അവരിതിലങ്ങ് രസിച്ചിരുന്നു. അങ്ങനെ ആ വ്രജവാസീ ജനം യാത്രാക്ഷീണവും ക്ലേശവും അറിഞ്ഞതേയില്ല. ആ യാത്രാമധ്യേ ഉയർന്നു കേട്ട ആ വണ്ടികളുടെ ആകർഷകമായ ശബ്ദവും, പിന്നെ ഈ മാട്ടിൻകൂട്ടത്തിൻ്റെ ആ കുളമ്പടി ശബ്ദവും, അവയുടെ മധ്യത്തിലൂടെ നിന്തിരുവടിയുടെ മധുര ഭാഷണവും കൊണ്ട് തങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കപ്പെടുകയാൽ യാത്രയുടെ ആ ദൂരവും ക്ലേശവും
ഗോപികമാർ അറിഞ്ഞതേയില്ല. മനോമനോജ്ഞധ്വനിധേനുപാളീഘുരപ്രണാദാന്തരദോ വധൂഭിः ഭവദ്വിനോദാലപിതാക്ഷരാണി പ്രവീയനാജ്ഞായതമാർഗദൈർഘ്യം.